ഇവിടെ നിന്നും ഒരു 2 ചുവട് വെച്ചാൽ നമ്മളെത്താൻ പോകുന്ന ഒരു കിടിലൻ വീട്ടിലേക്കാണ്. വരുമ്പോൾ തന്നെ ആ കാഴ്ച കാണാം. നോക്കി എന്ത് ഭംഗിയുള്ള ഗേറ്റാന്ന് നോക്കി. നല്ലൊരു ഗേറ്റും കോമ്പൗണ്ട് വാളും. ഇത് കടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ഭംഗിയുള്ളൊരു വീടാന്ന് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്ര സൗന്ദര്യമുള്ളൊരു വീടും ആ വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 14.5 സെൻറ്റിലെ 1200 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 14.5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ് ഫലവൃക്ഷങ്ങളുടെ ഒരു പട. ആ പട ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ അത് കറങ്ങി വീടിൻ്റെ മറ്റേ വശത്താണ് അവസാനിക്കുന്നത്. അങ്ങനത്തെ ഒരു നീണ്ട പടയാണ് ഫലവൃക്ഷങ്ങൾ. കുറച്ച് കപ്പയുണ്ട് മുന്നിൽ, അതിന് തൊട്ടടുത്തൊരു മുരിങ്ങ, അതേപോലെ ഒരു ബഡ് പ്ലാവ്. ഇഷ്ടം പോലെ കായ്ക്കുന്ന പ്ലാവാണ്. ചക്കയാണെങ്കിൽ നമുക്ക് ഒരു തോട്ടി ഒന്നും വേണ്ട, കൈകൊണ്ട് പറിച്ചെടുക്കാം. അത്ര സൗകര്യത്തിലുള്ള നല്ലൊരു ബഡ് പ്ലാവാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് റൂബിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള റൂബിയാണ്. അതും ഇഷ്ടംപോലെ കായ്ക്കുന്ന നല്ലൊരു റൂബി. റൂബി കഴിഞ്ഞാലോ പിന്നെ ഒരു തേക്ക്. തേക്ക് വലിയ വലിപ്പമില്ല, വേണമെങ്കിൽ ഈ തേക്ക് നമുക്ക് ഒഴിവാക്കാം. അടുത്തായിട്ട് വരുന്നത് നല്ല ഒരു കറിവേപ്പും റംബൂട്ടാനുമാണ്. രണ്ടും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. അതും കഴിഞ്ഞാലോ വാഴ. വാഴയെന്ന് പറഞ്ഞാൽ ഒരു 10-30 വാഴയെങ്കിലും കാണും. അതെല്ലാം അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ മനോഹരമായൊരു ഏരിയയാണ്. നിലവിൽ വാഴയാണെങ്കിലും ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം. നല്ല വളക്കൂറുള്ളൊരു മണ്ണാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന് വെള്ളമാണ്. ഈ കിണറെന്ന് പറഞ്ഞാൽ അധികം ആഴമില്ല, പക്ഷേ ഇഷ്ടം പോലെ വെള്ളം. അത് കണ്ട് മനസ്സിലാക്കി പറയുന്നതാണ്. ആഴം കുറവാണ്, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അങ്ങനെ നല്ലൊരു കിണറും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കിണറും കഴിഞ്ഞാൽ അടുത്തത് നല്ലൊരു പേരയാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പേര. ഇതെല്ലാം തൊട്ട് താഴത്തെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. മുറ്റമെല്ലാം ഫുള്ള് ചിപ്സൊക്കെ പാകി അതൊരു ഏരിയ തന്നെയാണ്. ഇവിടെ തീരുന്നില്ല ഫലവൃക്ഷങ്ങളുടെ കാഴ്ച. അടുത്തൊരു തെങ്ങാണ്. തെങ്ങെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിറച്ച് കായാണ്. ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നാളികേരം ഈ ഒരൊറ്റ തെങ്ങ് മതി. അതുപോലെ കാഴ്ച നിൽക്കുന്ന ഒരു തെങ്ങാണ്. അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. അങ്ങനെ നല്ലൊരു തെങ്ങും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ വീടിന് ചുറ്റും ഒരു റൗണ്ട് കറങ്ങി വീണ്ടും നമ്മൾ കാർ പോർച്ചിലെത്തി. നല്ലൊരു കാർ പോർച്ചാണ്. അതുകൂടാതെ ഒരു 4-5 വാഹനത്തിനൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്ര വിശാലമായൊരു മുറ്റമാണ് ഇത്. വീടിനോട് ചേർന്ന് ആറ്റുപാറയും അതിന് നടുവിലായിട്ട് കുറേ ഇലച്ചെടികളും വെച്ച് മനോഹരമാക്കിയൊരു ഫ്രണ്ടേജാണ് ഈ വീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 14 സെൻറ്റും വീടും എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു ചുറ്റുപാടാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം എല്ലാം ഇതിലുണ്ട്. ഫലവൃക്ഷങ്ങൾ അത്യാവശ്യം എല്ലാം ഉണ്ട്. പിന്നെ ചെടികൾ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ചേർന്നൊരു ചുറ്റുപാടിലെ മനോഹരമായൊരു വീടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും 1200 സ്ക്വയർ ഫീറ്റ് വീട്. അങ്ങനെ പുറത്തെ കാഴ്ചയെല്ലാം കണ്ടു. ഇനി നമ്മൾ വീടിൻ്റെ അകത്തെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സിറ്റൗട്ടാണ്. നല്ലൊരു സിറ്റൗട്ടാണ്. അത്യാവശ്യം ഒരു തൂണും കൊടുത്ത് മനോഹരമാക്കിയൊരു സിറ്റൗട്ട്. ഈ സിറ്റൗട്ടും കടന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ കാഴ്ച നമ്മൾ കാണാൻ പോവാണ്. എന്താ ഒരു ഭംഗി നോക്കിയേ. നല്ലൊരു ഡോറും ആ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗവും നമ്മൾ എടുത്ത് കാണണം. കാരണം അത്ര സൗന്ദര്യമുള്ളൊരു വീടാണ്. 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ എങ്കിലും ആ ഒരു കാഴ്ച നമ്മളെ അതിശയിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. മുകളിലോട്ട് നോക്കിയേ, എന്താ ഒരു ഭംഗി നോക്കിയേ. ഇങ്ങനെ ഈ വീടിൻ്റെ ഓരോ ഭാഗവും മനസ്സ് നിറയെ ആസ്വദിച്ച് കാണാനുള്ള നല്ലൊരു കാഴ്ചയാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സിറ്റൗട്ട്, ലിവിങ് റൂം, ഡൈനിങ് റൂം, ഓപ്പൺ കിച്ചൺ, 2 ബെഡ്റൂം,
3 ബാത്റൂം, 2 അറ്റാച്ച്ഡ്, 1 കോമൺ എന്നിവയെല്ലാം ചേർന്ന മനോഹരമായ നല്ലൊരു ഇൻസൈഡ് ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻസൈഡ് വാളം നോക്കിയേ, എന്തൊരു ഭംഗിയാണ് നോക്കിയേ. നല്ല ഡിസൈനാണ് ഇൻസൈഡ് വാളിന് കൊടുത്തേക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഡൈനിങ് റൂമിൻ്റെ സൈഡിലാണ്. പക്ഷേ ബെഡ്റൂമിലും ഇതേപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു കാഴ്ചയാണ്. നല്ല വിശാലമായൊരു കിച്ചണാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു കിച്ചണ്. ഇതിനെല്ലാം പുറമെ ഈ വീടിൻ്റെ സ്റ്റെയർ കൊടുത്തേക്കുന്നത് ഇൻസൈഡാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ 1-2 മുറിയും കൂടി എക്സ്ട്രാ പിടിക്കണമെങ്കിൽ അതിനുമുള്ള സൗകര്യം ഈ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും തരിക. തുടർന്ന് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആർക്കെങ്കിലും വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കാണുന്ന വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം. കോട്ടയം ജില്ലയിലെ പാമ്പാടിക്ക് സമീപം 7-ാം മൈലിലാണ് ഈ കാണുന്ന വീട്. ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 400 മീറ്ററേ ഉള്ളൂ. ഇത് കൂടാതെ ഇതിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മതോഭാവങ്ങളുടെയും ആരാധനാലയങ്ങളും നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളാണ്. അതേപോലെ സ്കൂള്, കോളേജ് എന്നിവയെല്ലാം ഇതിന് ചുറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന വീടിൻ്റെ വിലയിലേക്ക് വരാം. 14.5 സെൻറ്റിനും 1200 സ്ക്വയർ ഫീറ്റോട് ചേർത്ത് ഉടമ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. എല്ലാ ഭാഗങ്ങളും കണ്ട് താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ.